പ്രാർത്ഥിക്കണം. അവർക്ക് നല്ല പ്രബോധനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് പോവുകയാണ്. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. നമ്മൾ ഒരുമിച്ച് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുക. ഈ വൈഫിന് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കാര്യങ്ങളൊന്ന് സമർപ്പിച്ചോട്ടെ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ യൂത്ത് മീറ്റിങ്ങിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധ കർത്തൃദാസ ദൈവമാസത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വലിയ സാന്നിധ്യം ഇതിന് മധ്യം ഉണ്ടാകണമേ. അങ്ങയുടെ വലിയ നടത്തിപ്പ് ഇതിന് മധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോഷുവയോട് കൂടി ഇരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ, ഈ മീറ്റിങ്ങുകളുടെ മധ്യേ കർത്താവ് കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ബന്ധനങ്ങളെ അഴിച്ചു മാറ്റണമേ, ഇതൊരു വളർച്ചയാക്കി മാറ്റണമേ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസന്റെ മേൽ ദൈവിക അഭിഷേകവും ദൈവിക കൃപയും ദൈവിക ജ്ഞാനവും പകർന്ന് കർത്താവേ, ഇത് അനേകർക്ക് ഒരു അടയാളമായി തീരുമാറ്, ഒരു അത്ഭുതമായി തീരുമാറ്, ഇതിനെ വളർച്ചയിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, അവർക്ക് ആവശ്യമായ ദൂതുകളെ, അവർക്ക് ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളെ ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നതിനായി നന്ദി. അത് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നതിനായി നന്ദി. ദൈവകരങ്ങളിലേക്ക് മീറ്റിങ്ങിനെ ഞങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഒരു 5-10 മിനിറ്റ് വർഷിപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ്. ദയവ് എല്ലാവരും ഈ വർഷിപ്പ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അറിയിക്കുന്നു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അറിയിക്കുന്നു. നമ്മുടെ ഷെറൻ ബ്രദർ ടീം തുടർന്നുള്ള വർഷിപ്പ് സെക്ഷൻ നേതൃത്വം വഹിക്കുന്നതായിരിക്കും. എല്ലാവരും ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കാൻ കൂടി അറിയിക്കുന്നു. തുടർന്ന് ഓവർ ടു ഷെറൻ ബ്രദർ. राजाओं के राजा कौन है दुनिया का बादशाह कौन है राजाओं का राजा कौन है दुनिया का बादशाह यीशु है उसका नाम, यीशु है उसका नाम। तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, पानी पे चलता है, भीड़ को खिलाता है, पानी पे चलता है, भीड़ को खिलाता है, शैतान भी डरता है यीशु के नाम से, शैतान भी डरता है यीशु के नाम से। कौन है राजाओं का राजा कौन है दुनिया का बादशाह कौन है राजाओं का राजा कौन है दुनिया का बादशाह यीशु है उसका नाम, यीशु है उसका नाम। तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार। बोलो यीशु मसीह की जय, बोलो यीशु मसीह की जय, बोलो यीशु मसीह की जय। ഇപ്പം കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോണം. അപ്പം പാടാൻ, പ്രസംഗിക്കാൻ, ഡാൻസ് ചെയ്യാൻ, പിന്നെ എന്തിന് കിട്ടിയാലും നമുക്കൊരു അവസരം ദൈവം നമുക്ക് തരുമ്പോൾ ഇതൊക്കെ ദൈവത്താൽ നമുക്ക് കിട്ടിയ ഒരു അവസരമാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. അതുകൊണ്ട് ഇംഗ്ലീഷ് പറയാൻ അവസരം കിട്ടുമ്പം ഇംഗ്ലീഷ്
പറഞ്ഞോണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പം പഠിക്കുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ, പക്ഷേ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കേട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ ഏറ്റവും ഉഴപ്പനായിരുന്നു. എന്നെപ്പോലെ ഉഴപ്പനായ ഒരു വിദ്യാർത്ഥി എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഒരിക്കലും കാണിയാലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊന്നും പഠിക്കുകയില്ലായിരുന്നു. റിയലായി പഠിക്കാൻ പറ്റിയാലാഞ്ഞിട്ടല്ല, പക്ഷേ പഠിക്കുന്ന സ്വഭാവമില്ല. എൻ്റെ പപ്പായൊക്കെ എന്നെ പഠിക്കാനായിട്ട് എല്ലാ ദിവസവും ഇംഗ്ലീഷിൻ്റെ പുസ്തകമൊക്കെ ഞാൻ പഠിക്കുകയില്ല. എൻ്റെ അടിക്കും പഠിക്കുകയില്ല. സാറൊക്കെ കമത്തി കിടത്തി എന്നെ അടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ മേല. പിന്നെ അവസാനം സാറിൻ്റെ അടി ഞാൻ മടുത്തിട്ട് എന്ത് ചെയ്തു? മലയാളത്തിൽ എഴുതിക്കൊണ്ട് പോയി. ദിസ് ഈസ് ദ ബോയ്. മലയാളത്തിൽ എഴുതിയിട്ട് ഇങ്ങനെ പുസ്തകമൊക്കെ പിടിച്ചിട്ട് അടിക്കുക. അല്ലെങ്കിൽ ഞങ്ങളുടെ സാറ് കമത്തി കിടത്തി അടിക്കായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരെ അടിച്ചു കഴിഞ്ഞാൽ അന്നേരത്തെ സംഗതിയെല്ലാം മാറും. അന്ന് ഞങ്ങളെ കമത്തിയൊക്കെ കിടത്തി അടിക്കായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോയി. അവിടെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് അവിടെ ഞങ്ങളിങ്ങനെ ക്യാമ്പ് പോലെ പോയതാണ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു സഹോദരിക്ക് ഇംഗ്ലീഷാണ് പുള്ളിക്കാരത്തി പറയുള്ളൂ. അപ്പം പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് എനിക്ക് വല്ല ഇംഗ്ലീഷ് അറിയാം, ഞങ്ങൾക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. ഞങ്ങൾ പുള്ളിക്കാരത്തിൻ്റെ അടുത്തോട്ട് ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കാനായിട്ട് പോയി. പക്ഷേ പുള്ളിക്കാരത്തി പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറയണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞങ്ങൾ ഈസും വാസമൊക്കെ തെറ്റിച്ചാണെങ്കിലും ഞങ്ങൾ പറന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തിടോ ഇംഗ്ലീഷ് ഞാൻ പഠിച്ചിട്ടില്ല, വായിക്കാനും അറിയാൻ മേല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ? കേട്ട് നമ്മുടെ അറിയാതെ ഉള്ളിൽ ഈ സാധനം കയറിപ്പോകുന്നുണ്ട്. അറിയാതെ നമ്മുടെ ഉള്ളിൽ ഈ സാധനം കയറി വരും. അപ്പം നമുക്ക് സ്കൂളിലാണേലും മീറ്റിങ്ങുകളിലാണേലും ഇതെല്ലാം ഇമ്പാർട്ടേഷനാണ്. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ കയറുന്നതാണ്. ഒറ്റയൊരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ റിസപ്റ്റീവായിട്ടിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? റിസപ്റ്റീവായിട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം എന്ത് ചെയ്യും? നിങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ സ്കില്ലുകളെ ദൈവം വളർത്തിയെടുക്കും. നിങ്ങൾക്ക് അനുയോജ്യമായ പല കാര്യങ്ങളും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പല പാട്ടുകാർ പുറത്ത് വരും, പല ഡാൻസേഴ്സ് പുറത്ത് വരും, പല പ്രസംഗകർ പുറത്ത് വരും. അങ്ങനെ പല മോണോ ആക്ടേഴ്സ് പല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കും. കാര്യം പാസ്റ്റർ പറഞ്ഞതുപോലെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അതിനായി ദൈവം നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക. അതിനാൽ എന്ത് ചെയ്യണം? അടുത്ത പ്രാവശ്യം മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ നിങ്ങളെല്ലാം മീറ്റിങ്ങുകളിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇംഗ്ലീഷ് സർവീസൊക്കെ ഉണ്ട്, നിങ്ങൾ വരണം. നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് വരണം. നിങ്ങളതിൻ്റെ വലിയൊരു ബെനഫിഷ്യറീസ് ആയിട്ട് ദൈവം നിങ്ങളെ മാറ്റും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. അടുത്ത പ്രാവശ്യം മുതൽ നടത്തുന്ന മീറ്റിങ്ങുകൾ വളരെ സിസ്റ്റമാറ്റിക്കും ക്രമവുമായിട്ട് സംഘാടകർ നടത്തും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും സ്ട്രോങ് ആയി തീരട്ടെ. നിങ്ങളെല്ലാവരും അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ യൂത്ത് മീറ്റിംഗ് നടത്തുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം എന്ത് ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നോ അവിടത്തേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കേരളക്കരയിൽ അതുപോലെ ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളിലെ പാസ്റ്റേഴ്സ് പലരും എന്ന് പറഞ്ഞാൽ ഫേമസ് പ്രീച്ചേഴ്സ് അവർ കയറി വന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സൺഡേ സ്കൂൾ അല്ലെങ്കിൽ യൂത്ത് മീറ്റിംഗ്. അപ്പം ഈ ഒരു 2 മോഡാണ് നിങ്ങളിലേക്ക് ഡെസ്റ്റിനിയിൽ എത്താൻ സഹായിക്കുന്ന ഒരു മോഡാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. നിങ്ങളെക്കുറിച്ച് പലരെക്കുറിച്ചും ദൂതുകളുണ്ട്. ഒരു പ്രവാചകനാകും, അല്ലെങ്കിൽ ഒരു അപ്പോസ്റ്റലാവും, അല്ലെങ്കിൽ സുവിശേഷകനാവും. ഇങ്ങനെ എല്ലാവരെക്കുറിച്ചൊരു വിളിയുണ്ട്. സാധാരണ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുന്നതിനേക്കാളൊരു മെയിൻ ഉദ്ദേശം ദൈവത്തിന് നമ്മളെക്കുറിച്ചുണ്ട്. ആ ഒരു വിളിയിലേക്ക് എത്തുവാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്യണം. വരും ദിവസങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾ, യുവാക്കൾ അവരിലേക്ക് നമ്മൾ റീച്ച് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതുമാത്രമല്ല ഒരു ഉണർവ് ഉണ്ട് എന്ന് നമ്മൾ നാളുകൾ കൊണ്ട് കേൾക്കുന്ന ഒരു ദൂതാണ്. ആ ഉണർവിലേക്ക് എത്തിച്ചേരുവാൻ ഒരു മീഡിയമായിട്ട് ദൈവം നമ്മളെ എല്ലാം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ തന്നെ യൂത്ത് മീറ്റിങ്ങിന് ആദ്യമായി നമ്മൾ നേതൃത്വം നൽകുന്ന പാസ്റ്റർ ബിനു പാസ്റ്റർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് പാസ്റ്റർ അജയൻ പാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ മാത്യു പാസ്റ്റർ, അങ്ങനെ യൂത്ത് കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങളെ എല്ലാവരും ദൈവം അസാധാരണമായി എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് മാസത്തിൽ ഒന്നായിരിക്കും ഒരു ഫിസിക്കൽ ഗ്യാതറിംഗ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ ചർച്ചിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും, നമ്മുടെ ഇൻ ആൻഡ് ഔട്ട് എല്ലാ പ്രോഗ്രാമിലും യൂത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് സജീവമായിട്ട് പങ്കെടുക്കണം. ജസ്റ്റ് മന്ത്ലി ഒരു കൂട്ടായ്മയിൽ വന്നിരുന്ന് ഇതുപോലെ പകുതി ഉറങ്ങി
ഫുഡ് അടിച്ചിട്ട് ഫുഡ് അടിക്കാതെയും പകുതി മയങ്ങി തൂങ്ങി ഇയാൾ 4 മണിയാകുമ്പോൾ പരിപാടി നിർത്തും, അന്നേരം വീട്ടിൽ പോകും, അങ്ങനെ ഒരു ചിന്തയിൽ വന്നിരിക്കരുത്. ത്രൂ ഔട്ട് നമ്മുടെ ചർച്ചിൻ്റെ ഇൻ ആൻഡ് ഔട്ട് എല്ലാ പ്രോഗ്രാമിനും നമ്മൾ യൂത്ത് സജീവമാകാനായിട്ട് പോവുകയാണ്. സോ നിങ്ങളുടെ മാത്യു പാസ്റ്റർ പറഞ്ഞല്ലോ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾക്ക് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എല്ലാം അത് നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേഖലയായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത്. ഈ നിങ്ങൾ TV ഷോസ് കണ്ടു കഴിഞ്ഞാൽ അതിന് ആങ്കർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? അതുപോലെ ഒരുപാട് കഴിവുള്ള നമ്മുടെ പിള്ളേർ ഇതിൻ്റെ ഇടയിലുണ്ട്. സോ നെക്സ്റ്റ് ഓൺവേഴ്സ് ഞാനങ്ങോട്ട് മാറിയിരിക്കും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ വന്ന് നിന്നുകൊണ്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ തുടർന്ന് ഒരു പാട്ട് കേൾക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ അഡ്രിൻ മുന്നോട്ട് വന്ന് സുന്ദരമായൊരു പാട്ട് പാടുകയാണ്. നല്ല കയ്യൊന്നടിച്ച് അവനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മളൊരു ചെറിയ സന്ദേശം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കാനായിട്ട് പോവുകയാണ്. ആക്ച്വലി നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വളരെ പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്തതാണ്, ഇതൊന്നും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. പക്ഷേ നമ്മൾ അടുത്ത മാസത്തെ പ്രോഗ്രാം ഓൾറെഡി നമ്മുടെ ജസ്റ്റ് മുന്നോട്ട് വന്ന് ആ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളെ ഇപ്പോൾ തന്നെ പറയും. അടുത്ത മാസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം കാര്യങ്ങൾ പറയുന്നതായിരിക്കും. തുടർന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയ ദൈവവചന ഭാഗം കേൾക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് പ്രിയ KCA മുന്നോട്ട് ക്ഷണിക്കുന്നു. കരമൊന്നടിച്ച് സ്വാഗതം ചെയ്യാം. KCA. ഞാൻ ഈ പറയുന്ന കഥ എല്ലാ യൗവനക്കാർക്കും അറിയാവുന്ന കഥയാണ്. ഞാൻ എടുത്തേക്കുന്ന ഈ കഥ ബൈബിളിൽ നിന്നാണ്. സോ എൻ്റെ ഈ കഥയിൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. ഈ 3 കഥാപാത്രങ്ങളും നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. 2 പുത്രന്മാർ, ഒരപ്പൻ. ആർക്കൊക്കെ ആ കഥ അറിയാം? എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. സോ ഈ കഥയിൽ ഒരപ്പനുണ്ട്, 2 മക്കളുണ്ട്. മക്കളെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരപ്പൻ. മൂത്ത പുത്രൻ അപ്പനോട് ചേർന്നിരുന്നു. ഇളയ പുത്രൻ ഇച്ചിരി വഴക്കാളിയായിരുന്നു. നല്ല വഴക്കാളിയാണ്. പള്ളിയിൽ പോവും, പ്രാർത്ഥനയ്ക്ക് പോവും, എല്ലാം ചെയ്യും. പക്ഷെ അവനെന്തുവാ, ലോകത്തോടൊരു പിടുത്തമുണ്ട്. മൂത്ത മോൻ അപ്പൻ പറയുന്നതെല്ലാം കേട്ട് അപ്പൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മൂത്ത മോൻ. സോ ഈ കഥയിൽ ഒരു ദിവസം ഇളയ മോൻ വന്നിട്ട് അപ്പനോട് പറയുക, അപ്പാ എനിക്ക് അപ്പനോട് കൂടെ നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ വെളിയിൽ പോവാ. ഞാൻ നിങ്ങളുടെ സ്ലാങ്ങിൽ പറയുവാണേ, ഞാൻ വെളിയിൽ പോവാ, എനിക്കുള്ളത് ഇങ്ങനെ തന്നേക്ക്. സോ പ്രോപ്പർട്ടിയിൽ അപ്പനുള്ള സ്വത്തിൽ അപ്പൻ ഇളയ മോനുള്ളത് എന്ത് ചെയ്തു? കൊടുത്തു. നീ പൊക്കോ, നിൻ്റെ ഇഷ്ടം ചെയ്തോ, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, മൂത്ത മോനെ കൂടെ നിർത്തിയിട്ട് ഇളയ മോൻ പറഞ്ഞ ആവശ്യപ്രകാരം ഇളയ മോന് സ്വത്ത് കൊടുത്തു. അപ്പൻ ഇളയ മോൻ വീടിനോട് ടാറ്റ പറഞ്ഞു, അപ്പനോട് ടാറ്റ പറഞ്ഞു. ഓക്കെ ബൈ, ഞാൻ പോവാ. എനിക്ക് പുറത്ത് കുറേ എന്നെ സന്തോഷിപ്പിക്കുന്ന, എനിക്ക് അപ്പൻ അത് ചെയ്യ് ഇത് ചെയ്യ്, നീ ഇങ്ങനെ നടക്ക് അങ്ങനെ നടക്ക് എന്ന് പറയുന്നതല്ല. എനിക്ക് വേണ്ടി നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി എന്തുണ്ട്, പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ അവരോടെ പോവാ. എൻ്റെ ഹാപ്പിനെസ് അവിടെയാ. അപ്പം ഞാൻ പോവാ. അപ്പം പറഞ്ഞു, ആദ്യം അപ്പം പറഞ്ഞു കാണുമായിരിക്കും, മോനെ നീ പോവണ്ട, നീ കുറച്ച് നാളുകൂടെ എൻ്റെ കൂടെ നിൽക്ക്, നിന്നെ ഞാൻ എല്ലാം പഠിപ്പിച്ച് എൻ്റെ കൂടെ നിർത്താം, നിനക്കൊന്നിനും ഒരു കുറവ് വരത്തില്ല. അപ്പം മോൻ പറഞ്ഞു എന്തുവാ, ഇല്ല അപ്പം ഞാൻ പോവാ.
എനിക്ക് വേണ്ട, അപ്പം പറഞ്ഞു കേട്ട് ഞാൻ അപ്പൻ്റെ കൂടെ ഞാൻ നിൽക്കേണ്ട വരും, അപ്പൻ അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യേണ്ട വരും. സോ ഞാൻ പോവാം. അപ്പോൾ എന്ത് ചെയ്തു, അവനുള്ളതെല്ലാം വാങ്ങിച്ച് കാശാക്കി അവനെന്ത് ചെയ്തു, വീട് വിട്ടിറങ്ങി കഴിഞ്ഞപ്പം അവൻ കുറേ നാൾ കാശുണ്ടായിരുന്ന സമയത്ത് അവന് ചുറ്റും എന്തുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഉള്ളപ്പോൾ ആരുണ്ട് നമ്മുടെ കൂടെ? ലോകത്തിലെ ആൾക്കാരുണ്ട്. എല്ലാം നമുക്ക് കാശുള്ളപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ, എല്ലാം ഉള്ള സമയത്ത് നമ്മുടെ ചുറ്റിനും എന്തുണ്ട്, ആൾക്കാരുണ്ട്. അതേപോലെ ഈ ധൂർത്തപുത്രൻ്റെയും കൂടെ ആരുണ്ടായിരുന്നു? ലോകം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടമായിപ്പോയി. അവൻ കൊണ്ടുവന്ന പൈസ നഷ്ടമായിപ്പോയി, അവൻ്റെ കൂട്ടുകാർ നഷ്ടമായിപ്പോയി, ഒരു നേരം ആഹാരം കഴിക്കാൻ അവന് വകയില്ലാതായിപ്പോയി. അവന് റിഗ്രറ്റ് തോന്നുന്ന സമയത്തേക്ക് അവൻ എത്തുക. അപ്പം അവൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, ഞാൻ പണിയെടുത്ത് ഞാൻ ജീവിക്കാൻ പോവാം. എങ്ങനെ നടന്ന മകനാ? അപ്പൻ്റെ കൂടെ, അപ്പൻ്റെ ആ രാജ്യത്വത്തിൻ്റെ ആ ഒരു പദവി നിന്ന മോനാണ് ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? അടിമ വേല ചെയ്യാൻ പോവുക. അത് ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു യജമാനൻ്റെ അടുത്തേക്കാണ് ഈ ധൂർത്തപുത്രൻ പോകുന്നത്. അവൻ അവിടെ ചെന്നു, അവൻ പണിയെടുക്കാൻ തുടങ്ങി. യജമാനൻ എന്ത് ചെയ്യുന്നില്ല, ഫുഡ് പോലും അവന് കൊടുക്കുന്നില്ല. അവൻ അവിടെ കിടന്ന് നിലവിളിക്കുക, അപ്പാ എനിക്ക് വയ്യ, എനിക്ക് ഇത് പറ്റത്തില്ല, ഞാൻ അങ്ങയുടെ അടുത്ത് വന്ന് അങ്ങയുടെ അങ്ങയുടെ വേലക്കാരനായിട്ട് ഞാൻ നിന്നോളാം, എനിക്ക് ആഹാരമെങ്കിലും അവിടെ എനിക്ക് കിട്ടുമായിരുന്നു. സോ ഈ സ്റ്റോറിയിൽ നമ്മളൊരു അപ്പനെ ഇത്രയും പറയുമ്പം ഒരപ്പൻ അവിടെ ഉണ്ട്. നമ്മൾ ആ അപ്പനെ ഏറ്റവും അവസാനമാണ് കാണുന്നത്. ആ അപ്പൻ എന്ത് ചെയ്യുക? വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി നിന്ന് മോനെ നോക്കി നിൽക്കുക. സോ അവൻ താഴെ വന്ന് നിന്നപ്പോൾ അവൻ ഇത്രയും ഡയലോഗൊക്കെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തു, അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ ആ ഡയലോഗ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒരു വീട് നിങ്ങൾ സങ്കല്പിച്ചോ, ഒരു മലയുടെ മുകളിലൊരു വീടാണെന്ന് വിചാരിച്ചോ. മോൻ താഴെ വന്ന് നിൽക്കുക, മണ്ടയ്ക്ക് നിന്ന് അപ്പൻ ഇത് കാണുക, എൻ്റെ മോൻ താഴെ വന്ന് നിൽക്കുന്ന കാണുക. അപ്പൻ എന്താ പറയുന്നത്, സന്തോഷത്തിൽ ഓടി മകൻ്റെ അടുത്ത് വന്നു, മകനെ കെട്ടിപ്പിടിച്ചെന്നാണ് പറയുന്നത്. അപ്പം മകനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരപ്പനെ അവിടെ നമ്മൾ കാണുന്നത്. എൻ്റെ മകൻ തിരിച്ചു വരും എന്നുള്ള അറിവുള്ള ഒരപ്പൻ അവനെ എന്ത് ചെയ്യുക, ഈ മകനെ വെയിറ്റ് ചെയ്തിരിക്കുക. അവനെ കൊണ്ടൊന്നും പറയാൻ സമ്മതിപ്പിച്ചില്ല. അപ്പോൾ ഇവൻ ഡയലോഗ് പറഞ്ഞ് ഞാനിത് പറയും, ആ അപ്പൻ്റെ വേലക്കാരനായിട്ട് ഞാൻ ഇനി മകനെന്നൊന്നും എനിക്ക് പറയാനുള്ള അർഹതയൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ പങ്ക് വാങ്ങിച്ചുകൊണ്ടാണ് പോയത്, ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് പങ്ക് വാങ്ങിച്ച് പോയതാണ്, എനിക്ക് അതിനുള്ള അർഹതയില്ല. സോ ഇത് കണ്ടിട്ട് ഒരു വാക്ക് പോലും സംസാരിപ്പിക്കാൻ അപ്പൻ എന്ത് ചെയ്തില്ല, സമ്മതിപ്പിച്ചില്ല. പെട്ടെന്ന് പോയിട്ട് അപ്പൻ്റെ സ്നേഹം അവിടെ കാണിക്കുക. അവന് പണ്ട് ഒരു കസ്റ്റം ഉണ്ടായിരുന്നു, റിങ് ഉള്ള ആൾക്കാരെന്താ, യജമാനന്മാരാ. സോ ഇവൻ്റെ മനസ്സിലെന്തുവാ, ഇവൻ വേലക്കാരനാണ്, ഇവൻ്റെ വേലക്കാരനായിട്ടാണ് ഇവൻ വന്നിരിക്കുന്നത്. വേല ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ ഉടുപ്പോ അല്ലെങ്കിൽ പുതിയ ചെരുപ്പോ അല്ലെങ്കിൽ റിങ്ങോ അതോറിറ്റിയോ ഒന്നും അവർക്കില്ല. സോ ആദ്യം അപ്പൻ എന്താ അവന് കൊടുത്തേ, അവൻ ചെരുപ്പ് ഇടിയിപ്പിച്ചു, അവന് റിങ് കൊടുത്തു, അവന് പുതിയ ഡ്രസ്സ് കൊടുത്തു. ഇതിലെന്താ മനസ്സിലാക്കുന്നത്? ചേച്ചി, ഞങ്ങൾ ഈ കഥ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ഈ കഥയ്ക്ക് ഒത്തിരി ഡെപ്ത് ഉണ്ട്. ഇന്ന് നമ്മൾ ഈ ലോകത്ത് നിൽക്കുമ്പോൾ നമ്മളെ ലോകത്തിലേക്ക് വലിക്കുന്ന കുറേ ടെൻഡൻസീസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും അതാണ് എന്താ പറയുന്നത് ട്രഷർ, അതാണ് ആ ലോകമാണ് ട്രഷർ എന്ന് വിചാരിച്ച് നമ്മൾ യേശുപ്പച്ചനിൽ നിന്ന് അകന്നു പോകുമ്പോൾ എന്താ പറയുന്നത്, നോവുന്ന ഹൃദയവുമായി യേശുപ്പച്ചൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു, എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല, ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ വാശിയുള്ള പിടിവാശിയുള്ള ദേഷ്യക്കാരത്തിയായി എൻ്റെ യേശുപ്പച്ചൻ്റെ അടുത്തു നിന്ന് മാറിപ്പോയ ഒരാളാണ്. എനിക്ക് പറയുന്നതിന് ഒരു നാണക്കേടുമില്ല. ഈ സാക്ഷ്യം പേഴ്സണലി എന്നെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കർത്താവിൽ നിന്ന് ഒത്തിരി അകന്നു പോയ ഒരാളാണ് ഞാൻ. പക്ഷേ ആ സ്നേഹം എന്നെ വിളിച്ചതാണ്. എൻ്റെ യേശുപ്പച്ചൻ്റെ അടുത്തേക്ക് ഞാൻ ഒന്നുമില്ല അപ്പച്ച എന്ന് പറഞ്ഞ് ഞാൻ ചെന്നതാണ്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത കരമുണ്ട്. നീ എൻ്റെ മോള, നിന്നെ ഞാൻ ലോകത്തിന് വിട്ടുകൊടുക്കത്തില്ല, നിന്നെ ഞാൻ വിളിച്ചതാ. അതിനകത്ത് ബൈബിളിനകത്തൊരു വാക്യം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ദാസത്വത്തിൻ്റെ ആത്മാവിനെ അല്ല
പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം എന്ത് ചെയ്തേക്കുന്നത്, നമുക്ക് തന്നേക്കുന്നത്. എന്ന് ഇത് നമ്മുടെ ചിന്തയിൽ കയറുന്നു, അന്നാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. നമ്മളെപ്പോഴും യജമാനൻ്റെ കീഴിലുള്ള വേലക്കാരാണെന്ന് വിചാരിക്കുന്നു, അന്ന് മുഴുവൻ നമ്മളെന്താ വേലക്കാരായിട്ട് തന്നെ നിൽക്കും. എന്നാൽ പുത്രത്വത്തിന് ആത്മാവുള്ള നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത്, വേലക്കാരനായിട്ടല്ല. യേശുപ്പച്ചൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ ലോകത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. സോ ഈ കഥ നിങ്ങളെ പേഴ്സണലി ടച്ച് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് സിലിയായിട്ട് അറിയാവുന്ന മാറ്റേഴ്സ് ആയിരുന്നാലും അതിനെ നന്നായി പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യത്തിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ഞാൻ ആദ്യമായിട്ടാണ് ഈ റിങ്ങിൻ്റെ കാര്യത്തിന് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നത്. ഞാനൊരു 10-12 കൊല്ലം കൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ഡെഫിനേഷൻ കേൾക്കുന്നത്. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കട്ടെ. കെസിയ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളുമാരെല്ലാവരും നന്നായിട്ട് പ്രസംഗിക്കാനായിട്ട് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ്, അതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ്. എലോഹിമിൽ ഇവിടെ മീറ്റിങ്ങിനകത്തുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് കാണിക്കാം. അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം ബിനിവാസ് നമുക്ക് നൽകിയിട്ടുണ്ട്. സോ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല കഴിവും ടാലൻറ്റ് നമ്മൾ പുറത്തെടുക്കണം. എന്തൊക്കെ കഴിവ് നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് കഴിയുമോ അതെല്ലാം നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് പോവുകയാണ്. ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് ഓരോ ടെസ്റ്റിമണീസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ജെ വിൽസൺ എന്ന് പറഞ്ഞിട്ടൊരു ദൈവദാസനുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുകാരൻ. അദ്ദേഹം ലവ് ആർമി ക്രൂസൈഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനായിരുന്നു, ഡയറക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ യൗവന പ്രായത്തിൽ നമ്മുടെ അഡ്രിൻ്റെയൊക്കെ പ്രായം സമയം മുതൽ തന്നെ അദ്ദേഹം സ്കൂളിൽ പോകുമ്പോഴത്തേക്കും പുതിയ നിയമം കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പുതിയ നിയമം തുറന്നു വെച്ച് വായിക്കുമ്പോഴത്തേക്കും കൂട്ടുകാർ വന്ന് ശല്യപ്പെടുത്താറുണ്ട്. പക്ഷേ ഒരു ദിവസം ഒരു കൂട്ടുകാരൻ ആ പുതിയ നിയമത്തെ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തോട് ആ പുസ്തകം മേടിച്ചുകൊണ്ട് പോയി. അന്ന് മുതൽ അദ്ദേഹം സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് 2 പുതിയ നിയമം കൊണ്ടുപോകും. ഒന്ന് അദ്ദേഹത്തിന് വായിക്കാൻ, ഇതുപോലെ ആകൃഷ്ടരാകുന്ന ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പുതിയ നിയമം കൊണ്ടുപോകുമായിരുന്നു. കോളേജ് സമയമായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബാഗിൽ അദ്ദേഹം പഠിക്കുന്ന പുസ്തകത്തേക്കാൾ കൂടുതൽ പുതിയ നിയമമായിരുന്നു. കാര്യം ഓരോ ദിവസം ഓരോ ആൾക്കാരോട് പോയി പറഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങൾ പറയുകയും പുതിയ നിയമത്തിൻ്റെ പ്രതി കൊടുക്കുകയും ചെയ്യുന്നത് ഫസ്റ്റ് ജെ വിൽസൻ്റെ ഒരു സ്വഭാവമായി മാറി. അവിടെ ട്രിവാൻഡ്രത്ത് പരശുവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് ഏതാണ്ട് ഒരു 4000 പേര് കൂടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ ബിൽഡിംഗ്, വലിയൊരു ചർച്ചുണ്ട്, ലവ് ആർമി ക്രൂസൈഡ് എന്ന്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊന്ന് പരതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കാണാം. അതിൻ്റെ ചർച്ചിൻ്റെ വലിയ ഗ്യാതറിംഗ് ഉണ്ട് അവിടെ. അത്രയും വലിയ രീതിയിലേക്ക് ദൈവം ആ കൂട്ടായ്മ വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. എലോഹിം ഒരിക്കൽ പോലും ഒരു 1 man ഷോയുടെ ഒരു ഇടമല്ല. നിങ്ങൾക്ക് വളരാൻ, നമുക്ക് ഒരുമിച്ച് വളരാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കും. നമ്മുടെ ഈ 16 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ദൂത് ഒരുപാടുണ്ടായിരുന്നു. കേട്ട എത്ര പേര് അമ്മമാർ, അപ്പന്മാർ, മക്കളുമാർ ഇതിനകത്തുണ്ട്? നാളെ ദൈവം നമ്മളെ ഒരു ഫിഗറിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മുട്ടൊന്നും വരികയില്ല, വാദനമേ തെല്ലും തൊടുകയില്ല. മുട്ടൊന്നും വരികയില്ല, വാദനമേ തെല്ലും തൊടുകയില്ല. മുട്ടൊന്നും വരികയില്ല, വാദനമേ തെല്ലും തൊടുകയില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറയ്ക്കുകയില്ല, ഒരു നാളിലും നമ്മെ പിരിയുകില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറയ്ക്കുകയില്ല, ഒരു നാളിലും നമ്മെ പിരിയുകില്ല. ആമേ 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 ആമേ. പ്രാർത്ഥനയിൽ മുൻപിൽ മാറാത്തതാ യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയെ മധ്യ വളരാത്തതാ യാതൊരു മതിലും മുൻപിലില്ല. പ്രാർത്ഥനയിൽ മുൻപിൽ മാറാത്തതാ യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയെ മധ്യ തളരാത്തതാ യാതൊരു മതിലും മുൻപിലില്ല. ഇന്നും എന്നും എന്നെന്നും
പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി അങ്ങേക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു നാഥ. കർത്താവെ, ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. കർത്താവെ, യൂത്ത് മീറ്റിംഗ് കർത്താവ് ഇത്രത്തോളം അനുഗ്രഹപ്രദമായി കർത്താവ് ഇവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും സാന്നിധ്യത്തിലും നടത്തുവാൻ അവിടെ നൽകി തന്ന വിലയേറിയ വൻകൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയുള്ള കുഞ്ഞുങ്ങളായി കർത്താവ് അനേകരെ ക്രിസ്തുവിലേക്ക് കുഞ്ഞു പ്രായത്തിൽ തന്നെ ആദായപ്പെടുത്തുവാൻ കർത്താവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ വചനം പറയുന്നത് പോലെ യൗവനകാലത്തിൻ്റെ ശ്രേഷ്ഠാവിനെ ഓർത്തുകൊള്ളുക, നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക, എന്നാൽ ഇതിലൊക്കെയും ന്യായവിസ്താരത്തിൽ നിന്നെ കൊണ്ടുവരുമെന്ന് ഹല്ലേലൂയ ഓർത്തുകൊള്ളുക എന്ന് തിരുവചനം പറയുന്ന പ്രകാരം കർത്താവെ, ഹല്ലേലൂയ അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിച്ച് അങ്ങയുടെ വഴികളിൽ നടന്ന് അങ്ങയെ ഭയപ്പെട്ട് കർത്താവെ അങ്ങേക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിൻ്റെ പുത്രന്മാരും പ്രവചിക്കും, നിൻ്റെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കുമെന്നുള്ള അവിടുത്തെ വാഗ്ദത്ത പ്രകാരം കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ഈ സമയത്തിനെ ട്രെയിൻ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരും. അനേകരെ കർത്താവ് അന്ത്യകാലത്ത് ക്രിസ്തുവിലേക്ക് കർത്താവെ ആദായപ്പെടുത്തുവാൻ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവരെ ഓരോരുത്തരെ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് കർത്താവ് കുഞ്ഞു പ്രായത്തിൽ തന്നെ കർത്താവ് അവരെ വിളിച്ച് വേർതിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനു വേണ്ടുന്ന എല്ലാവിധമാകുന്ന ട്രെയിനിങ്ങുകളും കർത്താവ് അവിടുന്ന് ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ മീറ്റിങ്ങിലും അവിടുത്തെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ഓരോ ഹല്ലേലൂയ ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ കർത്താവ് ഓരോരുത്തരെ സഹായിക്കണം. ഇനി പിന്നിൽ അധ്വാനിക്കുന്നവരെ അധികം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച കർത്താവെ, ഹല്ലേലൂയ അവർ ഹല്ലേലൂയ മാതൃകയുള്ള കുഞ്ഞുങ്ങൾ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നവരായി കർത്താവെ തീരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിശക്തരായി ദൈവരാജ്യത്തിനു വേണ്ടി കർത്താവരുടെ ചെറുപ്രായത്തിൽ തന്നെ പ്രയോജനപ്പെടുവാൻ, മാതാപിതാക്കൾ അവർ മൂലം അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവെ ഹല്ലേലൂയ ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരുവാൻ പരിശുദ്ധ പിതാവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അപ്പം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ യാചകൾ കേട്ട് വിടുവിച്ചിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ.